നമ്മൾ എവിടെയൊക്കെ ഓണം ആഘോഷിച്ചാലും നാട്ടിൽ ഓണം ആഘോഷിക്കുന്ന നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ ഓണം നടക്കുമ്പോൾ പ്രകൃതിയും ഇല്ല ചുറ്റുമുള്ള എൻവയോൺമെന്റ് ആണെങ്കിലും ഓണത്തിന് വേണ്ടി റെഡിയാവും. കാനഡയിലെ വള്ളംകളി കണ്ടിട്ടുണ്ട്. ഓണം ബെസ്റ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നറിയോ, കയ്യിൽ പൈസ ഉള്ള ആൾക്കാർ. You can celebrate Onam anywhere, but Onam in Kerala feels like home. സോ ഓണം ഇനിയിപ്പോൾ എത്ര, ഞങ്ങളിന്ന് ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 14 ഒരാഴ്ചയിൽ ഓണമായി. ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ കാനഡയിലും ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓണത്തിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മൾ എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളതനുസരിച്ച്. അപ്പോൾ അത് നമ്മൾ എത്ര കാണണ്ടെന്ന് വെച്ചാലും കണ്ണിന് ഫ്രണ്ടിൽ എവിഡൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കാനഡയിലാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇവിടുത്തെ ഓണം എന്താണ്, നാട്ടിലെ ഓണം തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഓൾമോസ്റ്റ് സിമിലർ ആണോ, എത്ര അത് ആ ഒരു കോംപ്രമൈസ് ഓക്കെ ആണോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ സംഗീതം എന്താ തോന്നുന്നത്? നാട്ടിൽ നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ ഫാമിലി എസ്പെഷ്യലി അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഫാമിലി ഉണ്ട്, സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഓണം എന്താണ്, നമ്മൾ മലയാളീസ് എല്ലാവർക്കും അറിയാം. മതവും ഇതൊന്നും ഇല്ലാണ്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈനോറിറ്റിയാണ്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ മലയാളീസ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി, ആർക്കും തന്നെ അറിയത്തില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനായ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നാട്ടിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ ആരംഭം ഇങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഈവൻ കഴിഞ്ഞ വർഷം ഇച്ചിരി വലുതായിട്ട് ചെയ്തായിരുന്നു. നമ്മുടെ ടൊറൻറ്റോയിൽ ഭയങ്കര വലിയൊരു പരിപാടിയൊക്കെ ആയിട്ട് ചെയ്തായിരുന്നു. പക്ഷെ അത് കുറേ പേരെ ബ്ലോക്ക് ചെയ്ത് ആൾക്കാർ മലയാളീസിനെ തെറി പറയുന്നു, ഇമാരെന്തായി കാണിക്കുന്നത്, ഇത് റോഡ് ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ശരിയാണോ, ആനേനെ ഇറക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അത്രയും ചെയ്യുന്നുണ്ട് ആൾക്കാർ, പക്ഷേ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവിടെ ഒരു ലോകത്ത് എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ ഇമിഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു സ്ഥലമാണ് കാനഡ. അവിടെ മലയാളീസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പോൾ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. നാട്ടിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട്സാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും മുണ്ടിട്ട് വരുന്നത്. ഫീമെയിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഈ സാരി ഇട്ട് വരുന്നത്. അപ്പോൾ പയ്യന്മാരൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയണേ, ഒരു സമയമാണത്. എന്താ പറയുക വെച്ചാൽ വായി നോക്കാനൊക്കെ ആണെങ്കിലും ഒരു അടിപൊളി സംഭവമാണ്, സമയമാണ്. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് നമ്മൾ ഓണസദ്യ കഴിക്കുന്നു. റെസ്റ്റോറൻറ്റ്സൊക്കെ ആ സമയത്ത് ഒരു വലിയൊരു ഡീൽ ഇറക്കും. ടേക്ക് ഇൻ $19, ടേക്ക് ഔട്ട് ആണെങ്കിൽ ഇത്രേ ഉള്ളൂ സംഭവങ്ങളൊക്കെ. ഒരു ചെറിയ രീതിയിലാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ സെറ്റ് ആവുന്നില്ല എന്നാണ് സംഗീതം പറയുന്നത്. ഷൈനോ എന്താ തോന്നുന്നത്? എനിക്കും തോന്നുന്നു ഇതൊക്കെ തന്നെയാണ്. നാട്ടിലത്തെ ഓണം ഇവിടുത്തെ ഓണം നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. നാട്ടിലെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ആഘോഷം തന്നെ. ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ സെലിബ്രേഷൻ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ടാവും, പിന്നെ വേറെ വീട്ടിൽ സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പുറത്തുള്ളവരെ വിളിക്കും, ഇപ്പുറത്തുള്ളവരെ വിളിക്കും. അങ്ങനെ എല്ലാവരും മുണ്ടൊക്കെ എടുത്ത്, പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ സാരിയൊക്കെ ഇട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ നാട്ടിലോ നമുക്ക് ചുമ്മാ പുറത്തിറങ്ങിയാൽ അറ്റ്ലീസ്റ്റ് കുറെ പൂ പറിക്കാം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ പറമ്പിൽ പോയി വാഴയില വെട്ടാം. അങ്ങനെയുള്ള കുറേ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് അതൊന്നും പറ്റത്തില്ല. പറിക്കാനെങ്കിൽ ആ ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി പൊടിച്ച പോലീസ് വരും, കാശ് കൊടുത്ത് മേടിക്കണം. പക്ഷെ ഇവിടെ കാശ് കൊടുത്താലും അങ്ങനെ അധികം പൂവൊന്നും കിട്ടത്തുമില്ല. നല്ല പൂക്കളൊക്കെ നമുക്ക് ആവശ്യമുള്ള കളറൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഓണത്തിന് പൂ പറിക്കാൻ പോയിട്ട് നടക്കേണ്ടി അത് കാട്ടി പോയിട്ട് കുറെ പള്ളയൊക്കെ പറിച്ചോണ്ട് നമ്മൾ പഴയ ഇവിടെ വെച്ചിട്ട് കാടിക്കോട്ടൊക്കെ കയറിപ്പോയി കുറെ ഇപ്പൊ വാഴ വെട്ടാൻ പോകുന്നവരെ ഭയങ്കര ഒരു വാഴ വെട്ടാൻ പോകുന്ന ഭയങ്കര ഒരു എന്താ പറയാ, അതൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം. അത് നോക്കിയിട്ട് നല്ല വാഴ നോക്കി നല്ല അടിപൊളി ഇലയൊക്കെ നോക്കി സ്വന്തം പറമ്പിൽ നിന്ന് പോലും അല്ല, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ പറമ്പിൽ നിന്നൊക്കെ പോയി ചേട്ടനൊന്ന് കാണാണ്ട് പോയി വാഴ, അതൊക്കെ ഒരു രസം. അത് അപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റും കുറെ കൂടെ. അത് നമ്മുടെ സ്ഥലമാണ്, എല്ലാം നമ്മുടെയാണ്, നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് അതുപോലെ ആ ഒരു ഫ്രീഡം ഇല്ല. നമുക്ക് ഓണാഘോഷമാണ് സെലിബ്രേറ്റ് ചെയ്യാൻ. അത് പറയും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം വന്നെന്താ, അത് ആ നേതർ ഫിലിപ്പ് സ്ക്വയറിലായിരുന്നല്ലോ. അത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പ്രശ്നം. അത് പറഞ്ഞാൽ നമ്മുടെ അവർ ചെയ്യുന്നതല്ലേ, പാർക്ക് ബുക്ക് ചെയ്ത് സ്ഥലം ഉണ്ടാക്കി ചെയ്തപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ചെറുതായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരും ഒന്നും പറയത്തില്ല. പാർക്ക് കൊണ്ട് കാര്യം പറയാം, പച്ചപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഇവിടെ തന്നെ. ഇവിടെ ഫുഡിന്റെ കാര്യത്തിൽ ആരും മിസ് ചെയ്യത്തില്ല. കാരണം സദ്യ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്, അതെല്ലാം കിട്ടും. അതൊക്കെ ആരും മിസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ കുറെ കൂടെ കൾച്ചർ കേസിലേക്ക് വരുമ്പോൾ ഇപ്പം നീ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ അപ്പുറത്തെ നെയ്ബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ വന്ന് സദ്യ തരുന്നു, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കിയത് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ പായസം വരെ മേടിക്കുന്നിട്ട് കുറച്ച് ഓണം ആഘോഷിക്കുന്നു, എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, ഇത് കഴിക്കുന്നു. വൈകിട്ടാകുമ്പോഴത്തേക്കും നാളെ ജോലിക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ. പക്ഷെ ഈവൻ നാട്ടിലാണെങ്കിൽ നാളെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും
നമ്മൾ അതിനെക്കുറിച്ച് ബോധമല്ല എന്നുള്ളത്. രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കൂട്ടുകാരോടെ കൂടിയിട്ട് വീട്ടിൽ വന്ന് കയറുന്നത്. സ്റ്റിൽ എന്നിട്ട് രാവിലെ ഒരു 8 മണി 9 മണിയാകുമ്പോൾ ജോലിക്ക് പോകും. നാട്ടില് എനിക്കൊന്ന് എത്ര 4-5 ദിവസം ഇവൻ ഗവൺമെന്റ് സംഭവങ്ങളെല്ലാം ഓഫാണ്. ഇപ്പൊ ഈ വർഷമാണ് എനിക്കൊന്ന് ഓഗസ്റ്റ് 15 തൊട്ട് 20 വരെ ഓഫാണ് എനിക്ക് തോന്നുന്നു. ഒറ്റ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിൽസ് ചെയ്യുന്ന ആൾക്കാർ, കാരണം ഓണത്തിന്റെ സമയത്തൊക്കെ ഭയങ്കര വലിയ സെയിൽസിന്റെ സമയം, ഓണം സെയിൽ മറ്റു സാധനങ്ങൾ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജോലി ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, എന്നാലും ആരും ബോധമല്ല. എല്ലാവർക്കും വീട്ടിൽ പോയി ഇരിക്കണം ചെയ്യണം എന്നുണ്ടെങ്കിൽ. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ വലിയൊരു ഇതല്ല. കാരണം ആർക്കും എല്ലാവർക്കും ഉള്ള, കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സെലിബ്രേഷൻ ആണ് അത്. എനിക്ക് തോന്നുന്നില്ല വേറെ എങ്ങും അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റുമെന്ന്. എല്ലാവർക്കും വേണ്ടിയുള്ള സാധനം, എല്ലാം ഒന്നി ഒരു റിലീജിയന് വേണ്ടിയിട്ടുള്ള, ഇന്ന റിലീജിയന് വേണ്ടി അങ്ങനെയുള്ള. പക്ഷെ നമ്മുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സാധനം. നമ്മുടെ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് വരാൻ പറ്റിയൊരു സാധനം. ഒരു സാധനം ആഡ് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോട് ഒരാൾ ചോദിക്കാനായിട്ടായിരുന്നു ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. അപ്പൊ ആളെന്താ പറഞ്ഞേ, എന്താ ഓണം എന്തിനാ തുടങ്ങിയത്, എങ്ങനെ തുടങ്ങിയ മാവേലിയെ ചവിട്ടി താത്തി. മാവേലി എന്ത് ചെയ്താ ചവിട്ടി താത്തി, നല്ല കാര്യം ചെയ്ത്, നല്ലത് ചെയ്താ ചവിട്ടി താത്തു. പക്ഷേ ഓണത്തിന്റെ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി പാർട്ട് ഓഫ് സംഭവം പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഓണം നടക്കുമ്പോൾ പ്രകൃതിയും ഇല്ലെങ്കിൽ ചുറ്റുമുള്ള എൻവയോൺമെന്റ് ആണെങ്കിലും ഓണത്തിന് വേണ്ടി റെഡിയാവും. പൂക്കൾ വരുന്നു, പൂമ്പാറ്റകൾ വരുന്നു, മഴ പെയ്യുന്നു. അതൊക്കെ മലയാളിയുടെ മനസ്സിലിങ്ങനെ ഒരു ഒട്ടിച്ചേർന്ന സംഭവമാണ്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നമ്മുടെ മനസ്സിൽ ഓണമുണ്ട്, തലയിൽ ഓണമുണ്ട്, ചുറ്റുമുള്ള ആൾക്കാരുടെ മുഖത്ത് ഓണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷ്യം അങ്ങനത്തെ ആൾക്കാർ നിൽക്കുമ്പോഴെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ പ്രകൃതി അതിനനുസരിച്ചില്ല. ഇവിടെ ഒരു കുറച്ച് വെയിൽ, കുറച്ച് പച്ചപ്പ് മാത്രമേ ഉള്ളൂ. പൂക്കൾ കാണണമെങ്കിൽ പൂക്കളുള്ള സ്ഥലങ്ങളില്ല. അപ്പോൾ അതവിടെ മിസ് ഔട്ടായി പോകും. നാട്ടിലെ സംഭവം എന്ന് വെച്ചാൽ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ കടകളിലും അതിൻ്റെ ഓണത്തിനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതും ആ ഒരു വൈബ് തന്നെ വേറെ വ്യത്യാസം വരും. ഒരു കളർ വേറെ വ്യത്യാസം വരും. ഫുൾ ഓണം ഫുൾ ഇൻഡിവിജ്വൽസ് ആഘോഷിക്കുന്നതല്ലേ, ഇത് ഫുൾ ഒരു യൂണിയനായിട്ട് ആ ഒരു സെറ്റപ്പ്. പിന്നെ വർക്കിന് ടെൻഷൻ ഇല്ല. ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം എന്ന് വെച്ചാൽ ആൾക്കാർ വീക്കെൻഡാണ് ഓണം. അവർക്ക് ഓണം അത്തം പത്തെന്നാണെന്നൊന്നുമില്ല. വീക്കെൻഡ് എന്നാണോ അന്ന് അവർക്ക് ഓണം. ഓണത്തിൻ്റെ പരിപാടി ജസ്റ്റ് കുറച്ച് പേര് ഉപയോഗിക്കുന്നത്. അപ്പം എഗെയിൻ അതൊക്കെ നമുക്ക് നെഗറ്റീവ് പറയാമെങ്കിലും ഇതുപോലെ ആൾക്കാർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആ ഒരു വൈബ് ഇവിടെ കൊണ്ടുവരാനായിട്ട്. നല്ല കുറച്ച് ഫ്രണ്ട്സും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, ഇല്ല ഇവിടെ എൻ്റെ ഇവിടുത്തെ വള്ളംകളി ഉണ്ടായിരുന്നു. അതിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വള്ളംകളിയാണ് എല്ലാ വർഷവും ഉണ്ട്. ഇവിടെ ഉണ്ട്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അറിഞ്ഞില്ലല്ലേ? എല്ലാ വർഷവും ഉണ്ട്. നമ്മളവിടെ താമസിച്ചവർക്ക് ഉണ്ട്. പക്ഷെ വള്ളംകളിയാ നാട്ടിലെ വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. വള്ളമാണോ അതോ ബോട്ടാണോ? കയാക്ക് കയാക്കാണോ? അത്ര വലിയ സെറ്റപ്പ് ഇല്ല, ചെറിയ വെള്ളം എന്തോ. ഞാൻ കണ്ടില്ല. വീഡിയോ ചിലപ്പോൾ കാണുമായിരിക്കും യൂട്യൂബിൽ. പിന്നെ അതല്ല നമ്മൾ ആഘോഷിക്കുന്ന അല്ലാണ്ട് ഇവിടെ അസോസിയേഷൻസ് കാര്യങ്ങളും സെപ്പറേറ്റ് ഓണം പരിപാടികളൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ അത്രയും അതിലോട്ട് ഇല്ല എന്നുള്ള കേസ് മാത്രം അങ്ങനെയുണ്ട്. പുറത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ഓണം നടത്തിയ പോലത്തെ സംഭവം മെഗാ ഓണം അതൊക്കെ എങ്ങനെയാണോ, നിങ്ങളൊക്കെ ആണോ അതോ? മെഗാ ഓണത്തിനോട് ഞാൻ ഒബിയസ്ലി ഓക്കെ അല്ല. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, പഞ്ചാബികളെ ക്രിട്ടിസൈസ് ചെയ്യാം. ഇത് അവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. എന്താ പറയുക, ഈവൻ ദീപാവലി ആണെങ്കിൽ പോലും അവിടെ എല്ലാം പടക്കം പൊട്ടിച്ച് കുട്ടികളാക്കി ഇടുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ നമ്മുടെ സൈഡും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. പക്ഷേ അത് ആ ഒരു കേസിൽ മാത്രമേ എനിക്ക് ചെറിയ എതിർപ്പുണ്ട്. പക്ഷേ ഇതുപോലുള്ള റിസർവ്ഡ് ആയിട്ടുള്ള അതിനോട് ഞാൻ എപ്പോഴും ഓക്കെയാണ്. കാരണം നമുക്കത് മിസ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെ സംഭവം നടക്കണമെങ്കിൽ ഏതെങ്കിലും വലിയ ഹോൾ വല്ലതും ബുക്ക് ചെയ്യുക, അതിൻ്റെ ഇൻഡോർസ് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല. അല്ലെങ്കിൽ ഔട്ട്ഡോർസ്, അത് നേതൻ ഫിലിപ്പ് സ്ക്വയറിൽ അത്രയും ട്രാഫിക്കും എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇത്ര ആൾക്കാർ കൂടി, അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കുറച്ച് ശോകമായിരുന്നു എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം മാത്രമല്ല, ഇത് കുറച്ച് പക്ഷെ കഴിഞ്ഞ വർഷം ഭയങ്കര വലിയ സെറ്റപ്പില്ല. ഈ വർഷം ഉണ്ട് സെയിം സമയത്ത് തന്നെ യങ് ഡുണ്ടാസിൽ പരിപാടി നടക്കുന്നൊക്കെയാണ് കേൾക്കുന്നത്. എങ്ങനെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ സ്ഥലം കിട്ടുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് തിരിച്ചാക്കിയിട്ട് വരണ കാര്യം പറഞ്ഞാൽ അതൊരു വലിയ ഫാക്ടറാണ് ഇവിടെ. ഇപ്പോൾ അത് ചെയ്താലും ഗുണമില്ല. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ചീത്തപ്പേരായി. അതായത് നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും നമ്മൾക്ക് കുറ്റം മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അതായത് നമുക്ക് സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശോകമാണ്. നമ്മൾ മാക്സിമം നമ്മളെ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കാൻ നോക്കണം. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട ദീപാവലി ഉണ്ടായിരുന്നപ്പോൾ കൂട്ട എന്താ അവിടെ റീസൈക്കിൾ ബിൻ മൊത്തം കത്തിപ്പോയി എന്നുള്ളത്. അത്രയൊക്കെ അതൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയി പോയി പറഞ്ഞാൽ അത്രയൊന്നും പോയത്. ഓണം ആഘോഷിക്കുമ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ വേസ്റ്റ് ഒക്കെ മാനേജ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും അത്രേ ഉള്ളൂ. ഡീസെന്റ് സിമിലർ അല്ല. നമുക്ക് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. കാരണം അത് മെമ്മറീസാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഓണം ആഘോഷിച്ചാൽ അത്രയും മെമ്മറി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്.
നാട്ടിലെ ചിലപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് വേണം ഒരു 10 കൊല്ലം മുന്നേ നടന്ന സ്കൂളിൽ ഒരു ഓണം എനിക്ക് ഇവിടെ ഇരുന്നിപ്പോൾ ഫുള്ള് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ആഘോഷമായിട്ടുള്ള ഓണമൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ സദ്യ ഉണ്ടാക്കുന്നു. നമ്മളാണെങ്കിൽ അവിടെ ഹോളി പോയിന്റ് ഇരുന്നപ്പോൾ ഉണ്ടാക്കുമായിരുന്നു എല്ലാവരും. മറ്റേ ജമ്പനും തുമ്പനും ഒക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വീഡിയോ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ ഉണ്ട്. അത് നല്ലൊരു വർഷമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നമ്മൾ മറ്റേ ഇവിടെ പുസ്തകമേ പോയി ഗെയിംസ് ഒക്കെ കളിച്ചു. എനിക്കിപ്പോഴും അതിൻ്റെ ഇതൊക്കെ വരും. അത് സത്യം പറഞ്ഞാൽ ഇവൻ ഒരു വൈറ്റ് ടീം ഒക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്താ ചെയ്യുന്നുള്ളത്. അവരെ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാണുന്നവരും അവർ വീട്ടില്. അത് ഒരു ട്രേഡ് ഓഫ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു, നമ്മൾ പൈസ കഷ്ടപ്പെട്ട് നാട്ടിലേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് ദെൻ ഇതുപോലെ വീടും നാടും മിസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതുപോലത്തെ സെലിബ്രേഷൻസ് ആഘോഷങ്ങൾ മിസ് ചെയ്യുന്നതും ഒരു ട്രേഡ് ഓഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സംഭവം? അതെന്തായാലും ട്രേഡ് ഓഫ് ആണ്. ഇവൻ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഓണത്തിൽ എല്ലാവരും സദ്യ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ സദ്യ ഉണ്ടാക്കാൻ ചുരുക്കം പേർക്ക് അറിയത്തുള്ളൂ. ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓണമാകുമ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓണം ഇല്ല. അവർ ഒരു മിനിമം ഒരു 20-30 എംപ്ലോയീസ് മിനിമം ഉണ്ട് ഏത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും. അവിടെ ഓണം എന്ന് വരുമ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അറിഞ്ഞു വെച്ച് 36 മണിക്കൂറാണ് ആവറേജ് ഒരു റെസ്റ്റോറൻറ്റിൽ പണിയെടുത്തുകൊണ്ടിരുന്നത്. 2 ദിവസം അടുപ്പിച്ച് 36 മണിക്കൂർ ഉറങ്ങാണ്ട് ഒരാൾ പണിയെടുത്താലാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇത്രയും പേർക്ക് സദ്യ പോകുന്നത്. അത് ഭയങ്കര ഷോക്കാണ് അവർക്ക്. ഈവൻ ഞാൻ ആ സമയത്ത് റെസ്റ്റോറൻറ്റിലാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓണത്തിന് ഓഫില്ല. 1 മാസം മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങും ഓണത്തിന് ഓഫില്ല, ഓണത്തിന് ഓഫില്ല. ഓണത്തിന് ഓഫ് എടുത്താൽ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പേർക്ക് നമ്മൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്താ പറയണേ പഠിക്കാനൊക്കെ വന്നിട്ട് അവർ റെസ്റ്റോറൻറ്റിൽ സാധാരണ കുറച്ച് പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഓണത്തിന് പോലും ഒരു ഓഫ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല 36 മണിക്കൂർ കണ്ടിന്യൂസ് പണിയെടുത്താലാണ് ഒരു ഓണം. അതിപ്പോൾ നാട്ടിലാണെങ്കിലും അങ്ങനെയാണ്. കിച്ചണിലൊക്കെ ഇച്ചിരി വർക്ക് ചെയ്തുള്ളവർക്ക് അറിയാം. ഓണം വരുമ്പോഴത്തേക്കും എന്താ പറയുക ചേന ചേമ്പ് എല്ലാം വരും, അതിട്ട് അരിയണം. അങ്ങനത്തെ ഒരു ടോർച്ചറാണ് ഓണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ കാനഡയിൽ. എസ്പെഷ്യലി ഓണാകുമ്പോഴത്തേക്കും പാനിക്ക് വന്നു തുടങ്ങും. ഈവൻ ഓണാകുമ്പോഴത്തേക്കും ഗ്രോസറീസൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ കണ്ടെയ്നേഴ്സ് നിറച്ചാണ്. മട്ട റൈസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ വരും. അങ്ങനെ കുറേ പേർക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു ട്രേഡ് ഓഫ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നാട്ടിലെല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. എല്ലാവർക്കും അറിയാം അത്. നാട്ടിലാകുമ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ആരുമില്ല, മലയാളീസിന് മാത്രമേ അറിയത്തുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ അത്രയും ലോഡ് വരുന്നില്ല. ഇവിടെ ഒരാൾക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വീട്ടിലുണ്ടാക്കിയാണല്ലോ നമുക്ക് പറമ്പിൽ ഇറങ്ങിയാൽ തന്നെ കുറച്ച് പച്ചക്കറി പറിക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ സാധനം മേടിക്കുമ്പോൾ തന്നെ ഒരു ഓണത്തിന് വേണ്ടി പൊട്ടിക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരതൊന്ന് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, വാഴയിലാണെങ്കിൽ പോലെ എന്ത് റേറ്റാ വാഴയിലേക്ക്? അത് മേടിച്ച് ഉണ്ടാക്കി ചെയ്യണോ അതോ ഞാൻ ജസ്റ്റ് ടൈം അവിടെ സേവ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങനെ ചെയ്യണം? അപ്പം അതാണ് പ്രശ്നം അവിടെ ആകുമ്പം. പക്ഷെ ഓണം ബെസ്റ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നറിയോ? അത്യാവശ്യം കയ്യിൽ പൈസ ഉള്ള ആൾക്കാർ. അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം ആകുമ്പോഴത്തേനും 7 ദിവസത്തിന്റെ ടിക്കറ്റ് എടുത്ത് പോകും, തിരിച്ചു വരും. അവർക്ക് പൈസയുടെ പ്രശ്നമില്ല. ശരി, നാട്ടിൽ പോകുന്നു, അവർക്ക് ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അങ്കിളൊക്കെ ആണെങ്കിലും പുള്ളി ഇതുപോലെ നാട്ടിൽ വന്നേക്കുക. പുള്ളി ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല വന്നത്. പുള്ളി ഇതുപോലെ 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക് നാട്ടിലോടൂ. ഇടയ്ക്ക് എല്ലാം 3 ദിവസം കൂടുമ്പോഴും വരും സംഭവം വരും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ 5-6 വർഷം പ്ലാൻ ചെയ്തിട്ടാണ് ഒരു ടിക്കറ്റ് എടുക്കുന്നത്. കാര്യം അതാണ് വേറൊരു കഷ്ടപ്പെടാം. പൈസ ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ മിക്കത് മാറി കിട്ടും. കാര്യം ഒരു 5 ദിവസത്തിൻ്റെ ഓഫ് എടുക്കുന്നു, ഒരു ദിവസം ട്രാവൽ, പക്ഷേ 3 ദിവസം വീട്ടുകാരുടെ ഒപ്പം കിട്ടി. ചില്ലല്ലേ? പിന്നെ ഓണത്തിന് വേറെ ഒരു ഓപ്ഷൻ കാനഡയിലുള്ളതെന്ന് വെച്ചാൽ സദ്യ കിറ്റ് കിട്ടും. ഇങ്ങനെ ഒരു കിറ്റിൽ എല്ലാം ഫ്രോസൺ ആയിട്ട് വരും. അരി മാത്രം നമ്മൾ ബോയിൽ ചെയ്താൽ മതി. അരി മാത്രം പച്ചക്കും കിട്ടും, ബാക്കിയെല്ലാം 5 പേർക്കായിട്ടുള്ള ഒരു കോംബോ $83 കഴിഞ്ഞ വർഷം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സദ്യയൊക്കെ ഒരു നമുക്ക് നാട്ടിലുള്ളവർക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. സദ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കിറ്റായിട്ട് ഫ്രോസൺ കിറ്റ് കിട്ടും എന്നുള്ളത്. അതൊക്കെയാണ് ഇപ്പോൾ കാനഡയിലെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. 2 ജനറേഷൻ മുന്നേ ഉള്ളവരൊക്കെ അതുകൊണ്ടേ കാണിച്ചു കഴിഞ്ഞാൽ അവർ മുണ്ടുപോക്കി കാണിക്കും. ലോൺലി ആയിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട്. കാര്യം സത്യം പറയുകയാണെങ്കിൽ കാര്യം ഇപ്പോൾ നാട്ടിൽ നിന്നൊന്നും ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത അവരുടെ അവസ്ഥ ശോകമാണ്. കാര്യം അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ആൾക്കാരില്ല. ആരുടെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യും, എന്ത് സെലിബ്രേറ്റ് ചെയ്യും? ജസ്റ്റ് ഒരു ഫ്രോസൺ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനത്തെ പയ്യന്മാരൊക്കെ എന്തായാലും ഉണ്ടാവും. ഉണ്ട് അങ്ങനെ. ഈവൻ ഫ്രണ്ട്സ് ഇല്ലാത്തവരൊക്കെ ജസ്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു മുണ്ടൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു പ്രൈവറ്റ് വാട്സപ്പ് സ്റ്റോറി ഇടും. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ കാണിക്കും. ഇപ്പോഴത്തെ ആരും കാണത്തില്ല. സ്വയം മുണ്ടൊക്കെ ഇട്ട് മിറർ സെൽഫി ഇട്ടിട്ട് ഊരികളയും മുണ്ട്. എന്നിട്ട് ഫ്രോസൺ സദ്യ ചൂടാക്കി. അങ്ങനത്തെ ആൾക്കാരൊക്കെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമന്റ് പറഞ്ഞ് അറിയിക്കുക. ഹാർഷ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് കാനഡയിൽ. അപ്പോൾ ഈ ഒരു ടോപ്പിക് കാണുമ്പോൾ നിങ്ങൾ കാനഡയിലുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇത് ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ കാണാത്ത എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ പറഞ്ഞറിയിക്കുക.